പ്രസംഗം ആരംഭിക്കുകയാണ്. ഞാൻ ഘാതകൻ മെയിൻ. ഞാനും ഘാതകൻ. അത്ര മെയിനല്ല. കിംവദന്തികൾ വർഗീയ കലാപങ്ങൾക്ക് കാരണമായി തീരും. ഒരു ചെറിയ തീപ്പൊരി മതി കാട്ടുതീയായി ആളിപ്പടരാൻ. പി കേശവദേവന്റെ ഗുസ്തി എന്ന ചെറുകഥയെ ആസ്പദമാക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്നു തീപ്പൊരിയിൽ നിന്ന്. അവിടെ അവിടെ ആരോ വരുന്നു. ഞാൻ പറയാം. അതാ അങ്ങോട്ട് നോക്കൂ, ഒരോലമേഞ്ഞ ചായക്കട കാണുന്നില്ലേ? അതാണ് പപ്പുപിള്ളയുടെ ചായക്കട. പ്രാതലിന് ആ നാട്ടുകാരെല്ലാം അവിടെയാണ് ഒരുമിച്ച് കൂടാറ്. നാണു, നാരായണൻ, കുഞ്ഞുമൊയ്തീൻ, ഔസേപ്പ്, വറീദ്, അങ്ങനെ സ്ഥിരം പറ്റുകാർ ഒരുപാട് പേർ. കാരണം വിശേഷ വിഭവങ്ങൾ ലഭിക്കണമെങ്കിൽ പപ്പുപിള്ളയുടെ കട തന്നെ ശരണം. പപ്പുപിള്ള നടത്തണ ചായക്കടയിൽ കേറിക്കോ, പപ്പടമേറെ കിട്ടും, പുട്ടും കടലക്കറി വേറെ. ഇത്തിരി നേരം ഇരുന്നു സൊറയ്ക്കാൻ അവിടെ പലരെത്തും, ഒത്തൊരുമിച്ചവർ കൈമാറും പല നാട്ടുവിശേഷങ്ങൾ. പപ്പുപിള്ളയുടെ ചായക്കടയുടെ തൊട്ടടുത്താണ് കുഞ്ഞുമൊയ്തീൻ്റെ മുറുക്കാൻ കട. പപ്പുപിള്ളയും കുഞ്ഞുമൊയ്തീനും ഉറ്റ ചങ്ങാതിമാരാണ്. കുഞ്ഞുമൊയ്തീന് ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ കൈയിങ്ങനെ പപ്പുപിള്ളയുടെ കടയിലേക്ക് നീട്ടും. പാകത്തിന് പാലും പഞ്ചസാരയും ചേർത്ത ചായ ആ കൈകളിൽ റെഡി, അതും ചൂടോടെ. ഇനി പപ്പുപിള്ളയ്ക്ക് ഒരു ബീഡി വലിക്കണമെന്ന് തോന്നിയാലോ, വിരലുകൾ ഇങ്ങനെ പിടിച്ച് കുഞ്ഞുമൊയ്തീൻ്റെ കടയിലേക്ക്. വിരലുകൾക്കിടയിൽ ബീഡി തയ്യാർ, അതും കത്തിച്ച്. അതെ, അവർ രണ്ടുപേരും അങ്ങനെ ഉറ്റ ചങ്ങാതിമാരുമായിരുന്നു. അവർ മാത്രമല്ല, ആ ഗ്രാമം മുഴുവൻ അങ്ങനെയാണ്. മതവിദ്വേഷത്തിൻ്റെ വൈരമില്ലാത്ത ദൈവത്തിൻ്റെ സ്വന്തം നാട്. അമ്പലമിൽ ശംഖുമുഴങ്ങും, പള്ളിയിലോ ബാങ്ക് വിളിക്കും, വലിയ പെരുന്നാളും ഓണവും എല്ലാവർക്കും ഉത്സവനാള്. വിശ്വാസ ചന്ദന വരയും നിസ്കാരത്തിൻ്റെ തഴമ്പും തിരുനെറ്റിയിൽ മിന്നുന്നു. ഒരു മൈലവർ വാഴുന്നു, ഒരു മൈലവർ വാഴുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ ഗ്രാമത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തിയ ഒരു ഹിപ്പിക് വേഷക്കാരൻ. അയാളുടെ കയ്യിൽ ഒരു നോട്ടീസും ഉണ്ടായിരുന്നു. അയാളത് നിവർത്തി ഉറക്കെ വായിക്കാൻ തുടങ്ങി. പ്രതീക്ഷിപ്പിൻ, പ്രതീക്ഷിപ്പിൻ, മല്ലയുദ്ധ പോരാട്ടം ഈ വരുന്ന ഞായറാഴ്ച ഹനുമാൻ വിലാസം സ്റ്റേഡിയത്തിൽ. മല്ലയുദ്ധം എന്ന് കേട്ടതും സ്വതവേ ഗുസ്തിക്കമ്പക്കാരായ പിള്ളയ്ക്കും അന്തർമാനും ആവേശമായി. ആരൊക്കെയാ ഫയൽമാൻ? രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു. ഗാമ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മേക്കാട്ടു നാണുപിള്ള. മേക്കാടൻ എന്ന് കേട്ടതും പപ്പുപിള്ളയ്ക്ക് 100 നാവായി. മേക്കാടനാണെങ്കിൽ നോക്കണ്ട സാറേ, ആനെ കയ്യിലെടുത്ത് അമ്മാനമാടുന്നവനല്ലേ മേക്കാടൻ. പപ്പുപിള്ളയുടെ ഈ മേക്കാടൻ സ്തുതി പിള്ളയ്ക്കത്ര രസിച്ചില്ല. നിങ്ങൾ എതിരാരാണെന്ന് പറ സാറേ. പഞ്ചാബ് പഞ്ചാനനൻ മല്ലൻ മുഹമ്മദ് ഹുസൈൻ. ഹുസൈൻ എന്ന് കേട്ടതും അന്തർമാന് 100 നാവായി. ഹുസൈനാണെങ്കിൽ വെറുതെ നുസ്സോദിടേണ്ട പിള്ളെ, 5-6 മേക്കാടനെ തഞ്ചത്തിൽ സൂപ്പാക്കുന്നോൻ. പിന്നെ ബ്രഹ്മ വിചാരിച്ച പറ്റുമോ മേക്കാടനെ സൂപ്പാക്കാൻ? പിന്നല്ലേ ഇങ്ങളൊരു ഹുസൈൻ. ഹുസൈൻ അത്ര നിസ്സാരക്കാരനല്ല. ബ്രഹ്മാവ് വിചാരിക്കാൻ നടക്കാവുന്ന സംഗതിയും ഹുസൈനെ കൊണ്ട് സാധിക്കും. ബ്രഹ്മാവിനെ പറഞ്ഞാലുണ്ടല്ലോ പപ്പുപിള്ളയുടെ പ്രജ്ഞ നശിച്ചു. അധികം വൈകാതെ പപ്പുപിള്ള കുഞ്ഞുമൊയ്തീന് നേരെ തിരിച്ചു. അതിനിടയിൽ കുഞ്ഞുമൊയ്തീൻ്റെ വക ഒരു തുറുപ്പ് ചീട്ട്. അല്ല കൊച്ചിക്ക, ഈ ഗാമ എന്ന് പറഞ്ഞാൽ ഇസ്ലാമല്ലയോ? ഇസ്ലാമിൻ്റെ പേര് കാഫിറിനിടുവോ? മനുഷ്യന്റെ പേരൊക്കെ മൃഗങ്ങൾക്കൊക്കെ ഇടാറില്ലേ, അതേപോലെ. ഇത് കേട്ടതും പപ്പുപിള്ള പിന്നെ ക്ഷമിച്ചില്ല. ദോശ ചുടുന്ന തവി പപ്പുപിള്ളയുടെ കരങ്ങളിൽ ഉയർന്നു പൊങ്ങി. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പ് ആ ദോശ തവി അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി.
വലിയൊരു അലർച്ചയോടെ കുഞ്ഞു മൊയ്തീൻ നിലം പതിച്ചു. അന്തർമൻ പിന്നെ ക്ഷമിച്ചില്ല. ബീഡിയിലെ വെട്ടുന്ന കത്രിക എടുത്ത് പപ്പുപിള്ളയുടെ വയറ്റിൽ കുത്തി വളർത്തി എന്നൊരലർച്ചയോടെ പപ്പുപിള്ളയും നിലം പതിച്ചു. കേട്ടവർ ചായക്കടയിലേക്ക് ഓടിക്കയറി. നിമിഷ നേരം കൊണ്ട് ആ ചായക്കട ഒരു ചോരക്കളമായി മാറി. കുടിലുകൾ ചായക്കൂനകളായി കുടിലത താണ്ഡവമാടി അളവിട്ടുഗ്രഫണങ്ങൾ വിടർത്തിയ മദനാഗങ്ങൾ വിഷം ചീറ്റി മരണം മത്തു പിടിച്ചു നടന്നു മനുജനു മണ്ണിൽ മതം പൊട്ടി. മനുഷ്യന് മണ്ണിൽ മതം പൊട്ടി. അതെ, ആർക്കും ആരുടെ മേലും ഒരു നിയന്ത്രണവുമില്ലാത്ത നാളുകൾ. അവിടെ എല്ലായിടത്തും ദീനരോധനങ്ങൾ. ചിലയിടത്ത് കൊല്ലുന്നു, ചിലയിടത്ത് കൊല്ലപ്പെടുന്നു. ആത്മമിത്രങ്ങൾ ബദ്ധവൈരികളായി നിന്ന് കൊല്ലുന്നു, കൊല്ലപ്പെടുന്നു. എന്തിന്? വീടുകളെയും അമ്പലങ്ങളെയും മറ്റ് ദേവാലയങ്ങളെയും പോലും അവർ വെറുതെ വെച്ചില്ല. അങ്ങനെ നിമിഷ നേരം കൊണ്ട് അതൊരു മഹാകലാപമായി മാറി. ഈ കാഴ്ചയൊന്നും കണ്ടു നിൽക്കാനാവാതെ സൂര്യൻ അവിടം ഇരുൾ കൊണ്ടു മറച്ചു. ചോരത്തളം കെട്ടി നിൽക്കുന്ന വീതിയിൽ കൂനനുറുമ്പുകൾ മാത്രം. കൂരിരുട്ടിൽ നിന്നും കുത്തേറ്റു വാങ്ങുന്ന ദീനവിലാപങ്ങൾ മാത്രം. അതാ ആ നോട്ടീസ് വായിച്ച ചെറുപ്പക്കാരൻ വഴിയരികിൽ തളർന്നിരിക്കുന്നു. അവിടെ നിന്ന് കലാപകാരികളുടെ ആർത്തവം. അവരവനെ കണ്ടു. നീ നമ്മുടെ ആളുകളല്ല, എടുക്ക ഈ കത്തി, എന്നിട്ട് കുത്തി മലർത്തുന്ന ആളുകളെ. അല്ല, ഞാൻ ആരുടെയും ആളല്ല, എല്ലാവരും എൻ്റെ സഹോദരങ്ങൾ മാത്രം. സഹോദരങ്ങൾ. സഹോദരൻ പോലും കുത്തി മലർത്തണവനെ. ആ ചെറുപ്പക്കാരനും നിലം പതിച്ചു. അങ്ങനെ ചോരയുടെ ഒരു അതിരു കഴിയുന്ന നാളുകളായിരുന്നു അവിടെ. പിന്നീട് ദിവസങ്ങൾ കടന്നുപോയി. പിശാചുക്കൾ നൃത്തം ചവിട്ടിയിരുന്ന തെരുവിലൂടെ മനുഷ്യർ നടന്നു നീങ്ങി. അതാ മുഹമ്മദ് അല്ലേ ആ വരുന്നത്? അതെ, മുഹമ്മദ്. അതെ, മുഹമ്മദാണോ വരുന്നത്? എതിരേന്ന് ഓലയും ചുള്ളിക്കമ്പുകളുമായി ഗോപാലനും വരുന്നുണ്ട്. അതെ, പപ്പുപിള്ളയുടെ ജ്യേഷ്ഠൻ ഗോപാലൻ. അവർ രണ്ടും കണ്ടുമുട്ടി. എന്തിനാണ് മമ്മദേ നീ ഇങ്ങനെ കരയുന്നത്? ഈ കത്തിക്കരിഞ്ഞ കട നോക്കി കരഞ്ഞിട്ട് നിനക്കെന്ത് കിട്ടാൻ? ആരാണ്ടോ എങ്ങാണ്ടോ ഗുസ്തി പിടിച്ചതിന് അവർ തമ്മിൽ തമ്മിത്തല്ലി പരസ്പരം കുത്തി മരിച്ചു. അതിന് നമ്മൾ എന്ത് പിഴച്ചു? അതുകൊണ്ട് നമുക്കിനി ജീവിക്കണം. നമുക്കിവിടെ തന്നെ ഒരു 2 കട കെട്ടിപ്പൊക്കാം. 2 കട എന്തിനാ? ഒറ്റ കട പോരെ? ഒരൊറ്റ കട. അതെ, അങ്ങനെ മതവിദ്വേഷമൊക്കെ മറന്ന് അവർ പിന്നെയും ഓലയും മുളങ്കമുമായി ഒരു പുതിയ കട കെട്ടിപ്പൊക്കുകയാണ്. മതസൗഹാർദ്ദത്തിന്റെ കാറ്റ് പിന്നെയും അവിടെ വീശി തുടങ്ങി. വഴക്കെല്ലാം മറന്നിട്ട് മുഹമ്മദും ഗോപാലനും വഴിവക്കിലൊരു പങ്ക് കട തുടങ്ങി. ഓടിച്ചായ കുടിച്ചുകൊണ്ടലവിയും അനന്തനും തിടുക്കത്തിലൊരു ബോർഡങ്ങെഴുതി വച്ചു. അതെ, മതഭ്രാന്തന്മാർക്ക് ഇവിടെ പ്രവേശനമില്ല, മനുഷ്യർക്ക് സ്വാഗതം. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പലവിധ ഗോത്ര സമുദായമാക്കിയത് നിങ്ങളുടെ മിതസമുദായമാക്കിയിരിക്കുന്നു എന്നുള്ള ഖുർആൻ അധ്യാപനങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തട്ടെ. നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാന്യ മഹാജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ കഥാപ്രസംഗത്തിലേക്ക് സുസ്വാഗതം. ഞങ്ങളുടെ കഥ ഒരു ധീരൻ്റെ കഥയാണ്. ചിലർക്ക് അത് ചിലപ്പോൾ ഒരു വില്ലൻ്റെ കഥയായി തോന്നിയേക്കാം. മറ്റു ചിലർക്ക് വളരെ സുപരിചിതനായ ഒരു വ്യക്തിയുടെ കഥയായി തോന്നിയേക്കാം. എന്നിരുന്നാലും നമ്മുടെ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ വടക്കൻ മലക്കപ്പുറത്തുള്ള ഒരു ഹരിതവർണാഭമായ ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൻ്റെ പേര് എടക്കാട്. അങ്ങനെ അവിടെ നോക്കൂ. എവിടെ? എടക്കാട്. ആ എടക്കാടിലുണ്ടല്ലോ, അവിടെ മലങ്ങളും പുഴകളും മറ്റുള്ള സസ്യലതാദികളുമെല്ലാം പച്ചയാണെങ്കിലും ജനങ്ങളുടെ ഹൃദയങ്ങൾ ചുവപ്പായിരുന്നു.
ചിലർക്ക് 2 ഹൃദയങ്ങൾ. അതെ അതെ, അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാകുന്നത്. അങ്ങ് വടക്കൻ മലയില് പച്ച പിടിച്ച മേട്ടില് വീരനായി സജയൻ ജനിച്ചുവോ. അങ്ങ് വടക്കൻ മലയില് പച്ച പിടിച്ച മേട്ടില് ധീരനായി സജയൻ ജനിച്ചുവോ. ആരോരുമില്ലാത്ത കൂരിരുട്ടിൽ അന്ന് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ആ വയറ്റാട്ടി അവനെ പുറത്തെടുത്തു. അവൻ്റെ അച്ഛൻ അവനെ കയ്യിൽ തലോടിക്കൊണ്ട് തോളിലെടുത്തുകൊണ്ട് അവൻ്റെ പേര് വിളിച്ചു. സജയൻ. അതെ, സജയൻ. സജയൻ വളരെ മിടുക്കനായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ വളരെ അധികം വിദ്യകളിൽ അവൻ പ്രാവീണ്യം നേടി. അവന് പൊട്ടിക്കാനുള്ള വിദ്യ വരെ വശമുണ്ടായിരുന്നു. അങ്ങനെ നാട്ടുകാർക്കൊക്കെ അവനെ ഇഷ്ടമായി. അവന് ചുവപ്പ് തുടിപ്പായിരുന്നു, ചുവപ്പ് അവനും തുടിപ്പായിരുന്നു. എന്നിരുന്നാലും അങ്ങനെയിരിക്കെ നാട്ടുകാർ അവരെ അവൻ്റെ സ്ഥലപ്പേര് കൂട്ടി വിളിക്കാൻ തുടങ്ങി. എടക്കാട് സജയൻ. സജയനെ അറിയാമോ, ഞങ്ങളുടെ സജയനെ അറിയാമോ, സഖാവിനെ അറിയാമോ, നാടിൻ മുത്തിനെ അറിയാമോ. സജയനെ അറിയാമോ, ഞങ്ങളുടെ സജയനെ അറിയാമോ, സഖാവിനെ അറിയാമോ, നാടിൻ മുത്തിനെ അറിയാമോ. സ്വാഭാവികമാണ്, എല്ലാവരും വളരും. അതുപോലെ സജയനും വളർന്നു അവനൊരു കോളേജ് കുമാരനായി. അങ്ങനെ കോളേജ് കാലത്ത് എല്ലാവരും പഠിക്കുന്ന സമയത്ത് സജയൻ പഠിക്കാറില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ സമയത്ത് ചുവപ്പും ചോരയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടു. അതെന്താണെന്നോ, വടക്കോട്ട് നോക്കിയാലും തെക്കോട്ട് നോക്കിയാലും കിഴക്കും പടിഞ്ഞാറും നോക്കിയാലും വേളുകൾ. ഒന്ന് മുന്നോട്ട് നോക്കിയാലും പിന്നോട്ട് നോക്കിയാലും സൈഡിലോട്ട് നോക്കിയാലും വേളുകൾ. വാളുകൾക്ക് മുന്നില് നെഞ്ചു വിരിച്ച് നിന്നവൻ, ചങ്കുകൾ രണ്ടുള്ളവൻ സജയനാണിവൻ. വാളുകൾക്ക് മുന്നില് നെഞ്ചു വിരിച്ച് നിന്നവൻ, ചങ്കുകൾ രണ്ടുള്ളവൻ സജയനാണിവൻ. സജയൻ അവൻ്റെ അച്ഛനിട്ട പേര് അന്വർത്ഥമാക്കി. അവൻ ലോകം കീഴടക്കി. അവൻ കേരളത്തിൻ്റെ മുഖ്യ കസേരയിൽ ചാഞ്ഞമർന്നിരുന്നു, ആസനസ്ഥനായി. അങ്ങനെ അവൻ്റെ കാലത്ത് പലതും സംഭവിച്ചു. ജനങ്ങൾ അവനെ ബഹുമാനിച്ചു. അതുപോലെ അവന് പേരും പ്രശസ്തിയും ഉണ്ടായി. എന്നാൽ കൊറോണ വന്നു, പ്രളയം വന്നു, മറ്റു പലതും വന്നു. കൊറോണക്കാർക്ക് അവൻ മാസ്കും കിറ്റും നൽകി. പ്രളയത്തിൻ്റെ ഫണ്ട് അവൻ മുക്കി. മറ്റു പല സന്ദർഭങ്ങളിലും അദ്ദേഹം അമേരിക്കയിലേക്ക് യാത്രയായി. അങ്ങനെ ഇരിക്കെ എന്തുണ്ടായി? മാപ്രകൾക്ക് എന്താ ഇതിലൊന്നും ചോദ്യമില്ലേ? ഇല്ലേ? മാപ്രകൾ എന്നാൽ മാധ്യമ പ്രവർത്തകർ. അങ്ങനെ അവർ ചോദിക്കാൻ തുടങ്ങി വലിയ വലിയ ചോദ്യങ്ങൾ. അയാളതിന് ഉത്തരവും പറഞ്ഞു. എന്താണെന്നറിയാമോ? പാവങ്ങൾ പിന്നെയും ചോദിച്ചു, ഒന്നുകൂടി ആവട്ടെ. എന്തു പറയാനാ, അവർക്ക് ഉത്തരം കിട്ടിയില്ല. അങ്ങനെ അവർ വീണ്ടും വീണ്ടും പ്രതിസന്ധികളും കാര്യങ്ങളുമൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിനോട് വീണ്ടും ചോദിക്കുകയുണ്ടായി. അദ്ദേഹം അതിനൊക്കെ പല പുതിയ പുതിയ അടവുകളും കണ്ടുപിടിച്ചു, പല പുതിയ പുതിയ ഉത്തരങ്ങളും കണ്ടുപിടിച്ചു. ഓ ജനങ്ങളെ കടക്കൂ കടക്കൂ പുറത്ത്, ഓ ജനങ്ങളെ കടക്കൂ കടക്കൂ പുറത്ത്, അരുതരുതേ നിങ്ങളിനി കാലുകളിവിടെ കുത്തരുതേ. ഓ ജനങ്ങളെ കടക്കൂ കടക്കൂ പുറത്ത്. അതെ, അങ്ങനെ അയാൾ പിന്നീടും പല ഉപായങ്ങൾ തേടേണ്ടി വന്നു.
അതിനുശേഷം അയാളും അയാളുടെ കൂട്ടരും തട്ടങ്ങൾ വലിച്ചൂരുന്നതിലും ജിഹാദിനെ വാരിപ്പുണരുന്നതിലും സ്വയം സ്തുതിപ്പാട്ടുകൾ എഴുതുന്നതിലും തങ്ങളുടെയും തങ്ങളല്ലാത്തവരുടെയും പിന്നിലും മുന്നിലും മറ്റു പലരുമാണെന്ന് ആരോപിക്കുന്നതിലേക്കും കാര്യങ്ങൾ വഴിമാറി. അങ്ങനെ അയാൾ അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു. പിന്നിലാണ് പിന്നിലാണ് പിന്നിലാണ്, എല്ലാം പിന്നിലുള്ള കൂട്ടരാണ്. ഞങ്ങളല്ല ഞങ്ങളല്ല ഞങ്ങളല്ല, എല്ലാം പിന്നിലുള്ള കൂട്ടരാണ്. പിന്നിലാണ് പിന്നിലാണ് പിന്നിലാണ്, എല്ലാം പിന്നിലുള്ള കൂട്ടരാണ്. ഞങ്ങളല്ല ഞങ്ങളല്ല ഞങ്ങളല്ല, എല്ലാം പിന്നിലുള്ള കൂട്ടരാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സജയൻജി സഖാവേ, ചരിത്രം മുന്നോട്ട് പോകും, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതിൽ ഏകാധിപതികൾ വാഴും വീഴും, അതൊക്കെ ചരിത്രത്തിൻ്റെ ചാക്രികതയാണ്. താങ്കൾക്കും ആ ബോധ്യമുണ്ടാകട്ടെ. എന്തു പറഞ്ഞാലും താങ്കളും താങ്കളെക്കാൾ ചോരപ്പൊടിയൊഴുക്കിയവരും താങ്കളെക്കാൾ സിംഹാസനങ്ങളിൽ ഞെരിഞ്ഞമർന്നിരുന്നവരും തകർന്ന് തരിപ്പണമായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജനങ്ങളെ, നിങ്ങളും ചിന്തിക്കുക, ഇനിയും സജയൻ വേണ്ടതുണ്ടോ? അല്ല, അതൊക്കെ നിങ്ങൾക്ക് വിട്ടുതരട്ടെ. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹൃദയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അതിദാരുണമായ ഒരു ചരിത്രകഥയാണ്. യുവത്വം ലഹരിക്കടിമപ്പെട്ട ഈ കാലത്ത് മദ്യം കഴിച്ചാലുണ്ടാകുന്ന വിപത്തിൻ്റെ ഒരു ഭീകര ചിത്രം നമുക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാം. ഞങ്ങളുടെ കഥയുടെ പേര് അഗ്നിയിൽ പൊലിഞ്ഞ ഉമ്മ. പ്രപഞ്ചനാഥനിൽ സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കഥയിലേക്ക് കടക്കട്ടെ. പ്രിയരെ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഈ കഥ നടക്കുന്നത്. അതെ, ഒരു ദിവസം നിദ്രാവേളയിൽ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു. ഞെട്ടി ഉണർന്നു. എന്തായിരുന്നു ആ സ്വപ്നം? നാദനാം റബ്ബിൻ്റെ വിളി കേട്ടു വന്നു ലക്ഷോപലക്ഷം ഹജ്ജാജികൾ. ലക്ഷ്യം നിറവേറി വിടവാങ്ങിടുന്നു ഹാറൂനൊഴിച്ചുള്ള വിശ്വാസികൾ. ഞെട്ടിത്തരിച്ചീമാൻ കാര്യം തീരക്കാനായി പോവുന്നു മക്ക മണ്ണിലേക്ക്. സത്യമറിഞ്ഞപ്പോൾ അത്ഭുതമാലെ നീട്ടി കരങ്ങൾ റബ്ബിലേക്ക്. അതെ, ആ വർഷം ഹജ്ജ് ചെയ്തവരിൽ മുഹമ്മദ് ഹാറൂൻ എന്ന വ്യക്തിയുടെ ഹജ്ജ് ഒഴിച്ച് ബാക്കി എല്ലാവരുടെ ഹജ്ജും അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു. വളരെ ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തതിൻ്റെ കാരണത്താലാണ് മുഹമ്മദ് ഹാറൂൻ എന്ന വ്യക്തിയുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിക്കാത്തത്. സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്ന മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു സംഭവത്തിൻ്റെ സത്യാവസ്ഥ അറിയുവാൻ വേണ്ടി യാത്ര തിരിച്ചു. ഏറെ ദൂരം താണ്ടിയപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന ഒരു യാത്രാ സംഘത്തെ അദ്ദേഹം കണ്ടുമുട്ടി. അവരിൽ നിന്നും സംഭവത്തിൻ്റെ നിജസ്ഥിതി അദ്ദേഹം ശരിക്കും മനസ്സിലാക്കി. അതെ, മുഹമ്മദ് ഹാറൂൻ ഇപ്പോഴും മക്കയിൽ തന്നെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിൽക്കാല ചരിത്രം ഞെട്ടിപ്പിക്കുന്നതാണ്. അതെ, എന്തായിരുന്നു അത്? കള്ളും കഞ്ചാവടിച്ച് ആടി കുഴഞ്ഞ് വീണ് കാലങ്ങൾ കഴിച്ചവനാണ് ഹാറൂൻ. നാടെങ്ങും അറിഞ്ഞവനാണ്. ഉണ്ട് ചാതി കളവും വലുതാണ് ദുർഗുണവും, അതിനാലെ കുപ്രസിദ്ധനാണ് ഹാറൂൻ. റബ്ബിനെ മറന്നവനാണ്. പതിവ് പോലെ അദ്ദേഹം മദ്യഷാപ്പിലേക്ക് കയറി. അല്പസമയത്തിന് ശേഷം മദ്യം തലക്ക് പിടിച്ച് അദ്ദേഹം പലതും പുലമ്പാൻ തുടങ്ങി. ഒരു നിമിഷം അദ്ദേഹം പുറത്തേക്ക് നോക്കി. അതാ, ആരോ ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ.
ആരാണത്? ഹാറൂന്റെ പുന്നാര ഉമ്മയാണ്, അത് മോനെയും തേടി വരികയാണ്. എല്ലാം അറിഞ്ഞുമ്മ വന്നതാണ്, മോനെ കണ്ടൊരു ഉപദേശം ചെയ്യാനാണ്. നേരെ വരുന്നല്ലോ ഷാപ്പിലേക്ക്, അപ്പോൾ നേരിൽ കണ്ടുമ്മ കരീശം മൂത്ത്. മോനോട് ചൊല്ലുന്നു പാടില്ലെന്ന്, ഇത് കേട്ടപ്പോൾ ഹാറൂന് കോപം വന്ന്. കുടിച്ച് കൂത്താടിയ മകൻ, ചിതറക്കിടക്കുന്ന ക്ലാസ് കഷ്ണങ്ങൾ. ഒരു നിമിഷം ആ ഉമ്മയുടെ സകല നിയന്ത്രണവും തെറ്റി. മോനെ, എന്താണിത്? മദ്യം കഴിക്കരുതെന്ന് നിനക്കറിയില്ലേ? പാടില്ല മോനെ, പാടില്ല. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. പക്ഷേ മദ്യം തലക്ക് പിടിച്ച മകൻ ആ ഉമ്മയുടെ നിലവിളി കേട്ടില്ല. സ്വന്തം ഉമ്മയുടെ മാറിൽ പിടിച്ച് തള്ളി. നിലത്ത് വീണ ആ ഉമ്മയെ ചരൽക്കല്ല് നിറഞ്ഞ വഴിയിലൂടെ വീട്ടിലേക്ക് വലിച്ചേച്ചു. പിന്നെ എന്ത് ചെയ്തെന്നറിയാമോ? പൊന്നുമോന ഉമ്മയെ പിടിച്ചു തള്ളുന്നു, വീട്ടിലുള്ള കൊച്ചു റൂമിലാക്കി തീ കൊളുത്തുന്നു. തീ പടർന്നിട്ടാ മുറിയിലാകയാളുന്നു, നീറിടുന്ന വേദനയാലുമ്മ കരഞ്ഞിടുന്നു. വേദന സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്ന ആ ഉമ്മയെ മനുഷ്യത്വം മരവിച്ച മകൻ ഒരിടുങ്ങിയ റൂമിലാക്കി വാതിലടച്ച് കുറ്റിയിട്ടു. പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. നിഷ്കരുണം ആ റൂമിന് തീ കൊളുത്തി. തീ ആളിക്കത്തി. ആ ഉമ്മയുടെ ദയനീയമായ നിലവിളികൾ ഉയർന്നു. പക്ഷേ ആ നിലവിളികൾ കേൾക്കാൻ മദ്യം തലക്ക് പിടിച്ച മകനല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. പൊട്ടിക്കരഞ്ഞുമ്മ മോനെ വിളിച്ചിടുന്നു, പൊട്ടുന്ന കൽബാലെ തേങ്ങി കരഞ്ഞിടുന്നു. ഒരു തുള്ളി ജലം കിട്ടാനാദിയായി ദാഹം, കൊടുംചൂടാൽ കരിഞ്ഞഗ്നി പടരും ദേഹം. ഇല്ല ജവാബിനരികത്തായാരുമില്ല, ഉള്ള മകനൊട്ടും ഉള്ളിൽ സ്വബോധമില്ല. മാംസം കരിഞ്ഞ ഗന്ധം വാമിച്ചിടുന്നു, മകനപ്പോൾ പിശാചുള്ളിൽ ചിരിച്ചിടുന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. പച്ചമാംസത്തിന്റെ മനം മടുപ്പിക്കുന്ന ഗന്ധം എങ്ങും പരക്കാൻ തുടങ്ങി. ഒരു നിമിഷം സബോധം തിരിച്ചു കിട്ടിയ മകൻ ഞെട്ടിത്തെറിച്ചു. വാതിൽ വലിച്ചു തീർന്നു. കത്തിത്തീരാറായ ഉമ്മയെ വാരിയെടുത്ത് ഉമ്മ. പക്ഷേ വൈകിപ്പോയിരുന്നു. ഒരു നേരിയ ഞെരുക്കം മാത്രം ബാക്കി. പിന്നെ താമസിച്ചില്ല. സ്വന്തം മാതാവിനെ തീവെച്ച കൈ ഹാറൂൻ വെട്ടിത്താഴെയിട്ടു. വേണ്ട, എൻ്റെ ഉമ്മയെ തീവെച്ച കൈ എനിക്കിനി വേണ്ട. രക്തമുറ്റി വീഴുന്ന കൈകളുമായി നിൽക്കുന്ന മകനെ കണ്ട ആ ഉമ്മയുടെ ചുണ്ടുകൾ മെല്ലെ ചലിച്ചു. മോനെ, നീ എന്നെ തീ വെച്ചത് ഞാൻ സഹിച്ചു. പക്ഷേ മകനെ ചെയ്തത് ഞാൻ സഹിക്കില്ല, ഞാൻ പൊരുത്തപ്പെടില്ല. ആ ഉമ്മയുടെ കണ്ണുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നയനങ്ങൾ മെല്ലെ അണഞ്ഞു പോയി. ഉമ്മ ഈ ലോകം വിട്ട് പിരിഞ്ഞു പോയി. ഹാറൂൻ പൊട്ടിക്കരഞ്ഞ് തകർന്നു പോയി. കൽബിൽ താങ്ങാൻ കഴിയാത്ത ഖേദമായി. നുരയുന്ന കള്ള്, നോവുന്ന ഉള്ള്, എല്ലാം നിമിഷങ്ങൾ മാത്രമായി. മനവും മറഞ്ഞു, എല്ലാം വെടിഞ്ഞു. ഹാറൂന നാട്ടിൽ നിന്നും മറഞ്ഞു. അതോടെ ഹാറൂൻ ആളാകെ മാറുകയായിരുന്നു. മദ്യത്തിന്റെ ലഹരിയിൽ താൻ ചെയ്ത കൊടിയ പാപത്തിന്റെ ദുരന്തം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പിന്നെ ബാക്കിയുള്ള കാലം ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ശരീരത്തിൽ ചങ്ങലക്കെട്ടുകളുമായി ഇബാദത്തിലായി കഴിഞ്ഞുകൂടി. മനമുരുകി തേടുന്നു ഹാറൂനും റബ്ബോട്, തെറ്റ് പൊറുക്കാനായി തേടുന്നു. വർഷങ്ങളേറെ പരിഹാരമില്ലാതെ നിറിപ്പുകയുന്നു ഹാറൂനും. കാലം കഴിക്കുന്നു.
ഹജ്ജിനെത്തുന്ന സകല തീർത്ഥാടകരും പ്രസ്തുത കാഴ്ചകൾ കണ്ട് മടങ്ങുകയായി. സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഹാറൂനെ കണ്ടുമുട്ടാൻ ഏറെ പ്രയാസം വേണ്ടി വന്നില്ല. കണ്ടപാടെ അദ്ദേഹം സലാം ചൊല്ലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നത്തിന്റെ സത്യാവസ്ഥ അറിയേണ്ട താമസം ഹാറൂൻ നിലത്ത് വീണ് പൊട്ടിക്കരഞ്ഞു. സ്വപ്ന വാർത്ത കേട്ട ഹാറൂനും തകർന്ന് വീണു. സങ്കടം സഹിച്ച് റബ്ബിനോട് വീണ്ടും കേണു. രാജസയ്യിദായ റബ്ബേ നൽകണം നീ മാപ്പ്. ചെയ്യുകില്ലൊരിക്കലും ഇനി തെറ്റ് ഞാനുറപ്പ്. പ്രിയരെ, ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 24 വയസ്സ് പ്രായമുള്ള ലഹരിക്കടിമപ്പെട്ട ഒരു യുവാവ് തൻ്റെ സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത നമ്മളെവരും വായിച്ചതാണ്. നമ്മുടെ ഹൃദയങ്ങളെ നടുക്കിയതാണ്. മനുഷ്യൻ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ മനുഷ്യത്വമാണ് മരവിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആഹ്വാനം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിർത്തട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. ശൈത്താനിന്റെ ചെറിൽ നിന്നും അള്ളാഹു നമ്മെ കാൽക്കട്ടെ. വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.